നല്ല മുള്ളാട്ടോ. പിടിച്ചു. അയ്യോ, ഞാനേ കണ്ണൂർ ഭാഗത്തു കൂടെ അങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അതായത് കണ്ണൂര് ഒരു ഉള്ളേരിയാണ്. ഈ സ്ഥലം എന്താ പറയുമ്പോൾ ഒലേമ്പാടിയാ. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത സമയത്ത് നമ്മുടെ വണ്ടി കണ്ടിട്ട് കുറേ അകലെ ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കിട്ടിയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ചിങ്ങോട്ട് നോക്കിയപ്പോൾ 2 പിള്ളേർ ഇവിടെ നിന്നിട്ട് എന്തോ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിജനമായ സ്ഥലത്ത് എന്താണ് ഇത് പൊട്ടിക്കണിച്ചിട്ട് ഒന്ന് ചോദിച്ചു നോക്കിയാണ്. നോക്കുമ്പോഴാണ് നമ്മൾ കഴിക്കാത്തൊരു പഴം. ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഉണ്ടെങ്കിൽ അറിയിക്കണേ. അപ്പോൾ ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊരു പൗഡർ പോലെ ഒരു സംഭവമാണ്. അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. ഒരു സീഡ് ഇങ്ങനെ പോവും. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. നമ്മളിതിൻ്റെ പേരെന്താ? കൊട്ടപ്പഴം. കൊട്ടപ്പഴം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഓടി ചെന്നിട്ടാണ് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഫുള്ള് മുള്ളാണ് കേട്ടോ. മുള്ള് എന്ന് പറഞ്ഞ മുള്ള്. ഇതിൽ കഴിക്കേണ്ടത് ഈ ഒരു സാധനം കേട്ടോ. അതായത് ഇതാ പഴുത്തത് അല്ലേ, പഴുത്തത്. അപ്പോൾ ഇത് ഇവർ പൊട്ടിച്ച് കാണിച്ചിട്ട് എന്ത് ഭംഗിയെന്ന് അറിയാം. ഇതോ ഒന്നല്ല കേട്ടോ, അതങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കെടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അറിയാം. ഞാൻ ആലോചിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ എന്താ പറയുക പൊട്ടിച്ച് നാട്ടുപ്രദേശത്ത് അല്ലെങ്കിൽ വഴിയോരത്തൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നല്ല വാങ്ങിക്കാൻ ആളുകളുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. നമ്മൾ നോക്കട്ടെ, കുറച്ച് കഴിക്കട്ടെ. നമ്മളുടെ പേരെന്താ? നിന്റെ പേരെന്താ? സ്കൂൾ വിട്ട് അങ്ങനെ വന്നിരിക്കുകയാണല്ലേ. അയ്യോ, അടിപൊളി അടിപൊളി അടിപൊളി. ഇവിടേക്ക് ഇതാണ് പഴം. ഇങ്ങനെ കൊട്ടപ്പഴം. ഇത് ഈ സമയത്ത് മാത്രമാണോ പഴം ഉണ്ടാവുക? എല്ലാ സമയത്തും ഇതുണ്ടോ? ഈ ചില സമയത്ത്. ഓക്കെ, ഇതായിരിക്കന്നെടാ. ഓക്കെ, അപ്പോൾ ഇവർ കുറേ നേരമായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇത്. നമ്മളോട് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, ഇവിടെ നിൽക്കുന്നൊക്കെ ഉള്ളിൽ കയറിയ നല്ല മുള്ളുണ്ട്. അതിങ്ങനെ ഞാൻ കെടുക്കണ്ടാവും കേട്ടോ. കണ്ടോ, അങ്ങനെ കിടക്കുന്നുണ്ടാവും. അടിപൊളി. ഇതിങ്ങനെ ഇളക്കി കഴിഞ്ഞ് ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. ഇതിലെത്രയാണ് ഒരു ദിവസം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് വഴിയോരത്ത് ഇരുന്നിട്ട് കിലോ 200, 300, 500 ആയിട്ട് വിൽക്കട്ടോ. ഇത് ശരിക്കും പാറപ്പുറത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു പഴം നട്ടപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതായത് പാറയുടെ മുകളിൽ മാത്രം. അതായത് നമ്മുടെ ഇപ്പോൾ കാണുന്നുണ്ട് ഒരു വെട്ടുകല്ല് പ്രദേശം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു പ്രദേശത്താണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ പലർക്കും ചിലപ്പോൾ ഈ കൊട്ടപ്പഴത്തെക്കുറിച്ച് അറിയുന്നവരായിരിക്കാം. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇത്ര ആ ഒരു കൗതുകപൂർവ്വം ഇത് പൊട്ടിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പലയിടങ്ങളിൽ ഉണ്ടായിരിക്കാം. അതല്ല, ഇത് കാസർഗോഡ് മാത്രമാണോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ കാസർഗോഡ് മാത്രം കാണുന്ന ഒരു പഴമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അയ്യോ, നല്ല മുള്ളാണ് കേട്ടോ. പിടിച്ചു. അയ്യോ, അപ്പോൾ കൊട്ടപ്പഴം മതി. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോരെ. ഇവിടെ ഒന്ന് പിടിച്ച് കൊണ്ടേക്കോട്ടല്ലേ. സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞേ? ഒലയമ്പാടി. അപ്പോൾ ഓക്കെ, കാണാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള പഴമാണ്. അടിപൊളി. ഇത് നിങ്ങൾ എല്ലാ വർഷവും ഇതേമാതിരി പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കാൻ പറ്റും. ഇത് വീട്ടിൽ നിന്ന് എങ്ങനെ കഴിക്കും? വേറെ എങ്ങനെ കഴിക്കാൻ പറ്റും? ഇങ്ങനെ കഴിക്കില്ല വേറെ എന്തെങ്കിലും? അല്ല വല്ല ഉപ്പിലിട്ട് അങ്ങനെ എന്തെങ്കിലും പേടിക്കാം? അതൊന്നുമില്ല. ഓക്കെ, പോയി കാണാം. അപ്പോൾ ഇതാണ് കൊട്ടപ്പഴം. ശരി, ഓക്കെ, കാണാം.